ഫെമ കേസിൽ ബിനീഷ് കോടിയേരിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട ഫെമ കേസുകളിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞയാഴ്ച സമൻസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വീണ വിവാദം തുടരുന്ന സാഹചര്യത്തിൽ ബിനീഷ് കോടിയേരിയുടെ ഇത്തരത്തിലുള്ള ഒരു ഇഡി കുരുക്ക് എങ്ങനെ വിലയിരുത്താം? മഞ്ജുഷ, ബിനീഷ് കോടിയേരിക്ക് മേലും വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക് മുറുകുന്നു. ഫെമ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ബിനീഷ് കോടിയേരിയെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ബംഗളൂരിൽ കേസുണ്ടായിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസുണ്ടായിരുന്നു. അന്ന് ലഹരി ഇടപാടുകളിലൂടെ ലഭിച്ച പണം, ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള പണം, വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നതായിരുന്നു കുറ്റം. അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബംഗളൂരു യൂണിറ്റ് അന്വേഷണങ്ങൾ നടത്തുകയും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ബിനാമി പേരുകളിൽ ബിനീഷ് കോടിയേരി വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫെമ ലംഘനങ്ങൾ, തൻ്റെ വിവിധ കമ്പനികൾ, തനിക്ക് പങ്കാളിത്തമുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ വഴി വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടത്തുകയും ചെയ്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 10:30 ബിനീഷ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയത്. ചില രേഖകൾ ഹാജരാക്കാൻ ബിനീഷിനോട് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, തൻ്റെ പേരിലുള്ള വിവിധ കമ്പനികളുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയായിരുന്നു ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. ഈ രേഖകളുമായിട്ടാണ് ബിനീഷ് ഇന്ന് ഹാജരായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അറിയിച്ചത് ഈ രേഖകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ കൃത്യമായി തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളിലും കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഫെമ നിയമ ലംഘനങ്ങളിലും ബിനീഷ് കോടിയേരിക്കെതിരെ വലിയ തോതിൽ തന്നെ കുരുക്ക് മുറുകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു മുഖ്യമന്ത്രി മകൾ വീണ വിജയനെതിരായ ആരോപണങ്ങൾ കനക്കുകയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും അന്വേഷണവും എല്ലാം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ബിനീഷ് കോടിയേരിക്കെതിരെയും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശക്തമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ